ചേച്ചി കേരള മനസാക്ഷി ഞെട്ടിച്ചതായിരുന്നു മധുവിന്റെ കൊലപാതകം. അപ്പൊ നമ്മൾ കരുതി അതോടുകൂടി, അല്ലെങ്കിൽ അന്ന് ഒരുപാട് വിമർശനങ്ങളും ചർച്ചകളും ഒക്കെ വന്നപ്പോ നമ്മൾ കരുതി അതോടുകൂടി കേരളത്തിൽ ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ല. നമ്മൾ പല സംഭവങ്ങളും ഉണ്ടാകുമ്പോഴും ഇപ്പോ സൗമ്യയുടെ വിഷയം വന്നപ്പോൾ വിചാരിച്ചു ഇനി സൗമ്യയെ പോലെ ഒരു പെൺകുട്ടി കേരളത്തിൽ ഉണ്ടാകില്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു അന്നത്തെ കാര്യങ്ങളെല്ലാം. അപ്പൊ ഞാൻ ചിന്തിച്ചിരുന്നു ഇനി ഒരു മധു കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ആഗ്രഹിച്ചിരുന്നു, ഉണ്ടാകില്ല എന്ന് വിശ്വസിച്ചിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് ഒരു ബംഗ്ലാദേശിയായിട്ടുള്ള ഒരു സ്വദേശിയെ മോഷണ ആരോപണത്തിന്റെ പേരിൽ, മോഷ്ടിച്ചു എന്ന സംശയത്തിന്റെ പേരിൽ കൂട്ടം ചേർന്ന് മർദ്ദിച്ചു കൊന്നത്. അപ്പോൾ കേരളം ഇത് എങ്ങോട്ടാണ് പോകുന്നത്? അതെ, കേരള മനസാക്ഷി എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാവരും അത് കേട്ട് ഞെട്ടി. പക്ഷെ അപ്പോൾ എല്ലാവരും ആലോചിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇപ്പൊ സ്വന്തം കൺമുന്നിൽ ഇങ്ങനെ ഒരു സംഭവം, നമ്മൾ ഒന്നും വേണ്ട, നമ്മൾ റോഡിൽ പോകുമ്പോൾ ഈ വണ്ടികൾ തമ്മിലുള്ള തർക്കം കണ്ടിട്ടില്ലേ? ഓവർടേക്ക് ചെയ്തെന്നോ ഉരസിയെന്നോ പറയുമ്പോൾ ആൾക്കാർ റിയാക്ട് ചെയ്യുന്നത് സൗവർണയെ ശ്രദ്ധിച്ചിട്ടുണ്ടാവോ? വളരെ വളരെ ക്രൂരമായാണ് ആൾക്കാർ ഇറങ്ങി പരസ്പരം തെറി പറയുന്നത്. അപ്പൊ ആ ഒരു അടിക്കാത്തത് എന്തുകൊണ്ടായിരിക്കാം? അടിച്ചാൽ തിരിച്ചു കിട്ടും എന്നുള്ള ഒരു ഭയം കൊണ്ടായിരിക്കാം വളരെ മോശമായ രീതിയിൽ ആൾക്കാർ തമ്മിൽ റോഡിൽ തർക്കിക്കുന്നത് കാണാം. അപ്പോൾ ഈ ഒരു മലയാളി മനസ്സ് എന്ന് പറയുന്ന അത്ര വലിയ പരിശുദ്ധമാണെന്നൊന്നും നമുക്ക് പറയാനില്ല. ഈ ഒരു ചെറിയ കാര്യങ്ങൾക്ക് പോലും ക്ഷമിക്കാനാവാത്തൊരു മാനസിക അവസ്ഥയിലേക്കാണ് ഈ മനുഷ്യരെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഇന്നത്തെ ദേശാഭിമാനി പത്രത്തില് ഈ വാർത്തയെ കൊടുത്തിരിക്കുന്നത് ബംഗ്ലാദേശി പൗരനെ ആക്രോശിച്ച് യുവാവിനെ തല്ലിക്കൊന്നു, 4 BJP-ക്കാരടക്കം 5 പേർ അറസ്റ്റിൽ എന്ന് പറഞ്ഞ് 5 പേരുടെ ചിത്രവും കൊടുത്തിട്ടുണ്ട്. പറഞ്ഞ ആ 4 BJP-ക്കാരടക്കം 5 പേർ അറസ്റ്റിൽ എന്ന് പറഞ്ഞു. മറ്റു പത്രങ്ങളിലൊന്നും ഇങ്ങനെ ഒരു ഞാൻ BJP അനുകൂലിച്ച് പറയുന്നതല്ല ഇങ്ങനെ കൊടുത്തതിന്, പക്ഷെ അതിൽ ഒരു രാഷ്ട്രീയം കണ്ടു എന്നുള്ളതാണ്. ഒരു വാർത്തയെ എങ്ങനെ അതിനെ രാഷ്ട്രീയവൽക്കരിക്കാം അല്ലെങ്കിൽ വർഗീയവൽക്കരിക്കാം എന്ന് ആ ദേശാഭിമാനി കണ്ടപ്പോ എനിക്ക് വല്ലാതെ തോന്നി. കാരണം ഇത് വായിക്കുന്ന ആൾക്കാരെന്താ, BJP-ക്കാർ ബംഗ്ലാദേശിക്കാരെ ആക്രമിക്കും, ഇങ്ങനെ ഒരു നറേഷൻ അവർ മനഃപൂർവ്വം ജനങ്ങൾക്കിടയിലേക്ക് വിടും. മാധ്യമധർമ്മം എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ. ഒരു സത്യം എന്താണോ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് ഒരു വശം. പിന്നെ ഈ ബംഗ്ലാദേശി പൗരൻ എന്ന് പറയുന്ന വ്യക്തി അയാള് മോഷണം ആരോപിച്ചാണ് എന്ന് പറയുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ആയാലും ശരി, പണ്ട് കള്ളന്മാരെ പിടികൂടിയാൽ നാട്ടുകാരെ കൈവയ്ക്കും ഇല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടികൾ തമ്മിൽ കൂട്ടിമുട്ടുക, അങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടായാലും ആൾക്കാർ അക്രമാസക്തരാകുന്നുണ്ട്. അതിന് വേണ്ടത് ഈ ഒരു ജനാധിപത്യ ബോധമാണ്. മറ്റൊരു വ്യക്തിയെ നമ്മൾ എങ്ങനെയാ കൈകാര്യം ചെയ്യേണ്ടത്, നിയമവാഴ്ചയുള്ളൊരു സംവിധാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു ബോധം പൊതുവെ ഇപ്പൊ ഇവരെ ഈ ആക്രമണത്തിൽ പങ്കാളികളായ ഈ ആൾക്കാരെ എല്ലാവരെയും, ഈ മലയാളികൾ എല്ലാവരും ഒന്നടങ്കം കുറ്റം പറയും, എന്ത് ക്രൂരന്മാരാണ് എന്നൊക്കെ പറയും. പക്ഷെ എല്ലാവരും ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ അതിന്റെ തീവ്രത ഏറിയും കുറഞ്ഞു ഇരിക്കുമെന്നേ ഉള്ളൂ. മറ്റുള്ളവരോട് പെരുമാറുന്ന രീതി, ഷൗട്ട് ചെയ്യുക, ഇപ്പൊ ഇവരെ തല്ലിക്കൊന്നു, അല്ലാതെ ചെറിയ രീതിയിലൊക്കെ തന്നെയാണ് ആൾക്കാർ പെരുമാറുക. എല്ലാവരും ഈ സ്വയം ഒന്ന് അനലൈസ് ചെയ്യുക, ആത്മപരിശോധനയാണ് എല്ലാവരും ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോ ഈ ബംഗ്ലാദേശി പൗരൻ എന്തെങ്കിലും ഒരു തെറ്റ് അവിടെ ചെയ്തു, തൊഴിലുറപ്പുകാരുമായി എന്തോ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അത് എന്താണ് അവിടെ നടന്നത് എന്നറിയില്ല. ഇനി എന്ത് തന്നെ ആയാലും ശരി, അവിടെ ഒരു പെൺകുട്ടിയെ കയറി പിടിച്ചു എന്നിരിക്കട്ടെ, അയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക, നിയമത്തിൽ കൊടുക്കുക എന്നുള്ളതാണ് ഒരു ആൾ ചെയ്യേണ്ട ആദ്യത്തെ കർമ്മം. ഒരാളെയും എന്റെ ഒരു അഭിപ്രായം, ദേഹോപദ്രവം ചെയ്യാൻ ഇപ്പൊ എനിക്ക് ചേച്ചി ഉപദ്രവിക്കാനുള്ള ഒരു അവകാശവും ഇല്ല. ഇതിപ്പോ സ്വന്തം മക്കളെ പോലും അതാ ഞാൻ പറഞ്ഞത്, ഇപ്പൊ എന്ത് ബന്ധമാണെങ്കിലും, ഒരു അമ്മ മകൻ ബന്ധമാണെങ്കിൽ അമ്മയ്ക്ക് കുട്ടിയെയും അല്ലെങ്കിൽ ആ മകൻ അമ്മയെ ഉപദ്രവിക്കാനുള്ള യാതൊരുവിധ അവകാശവും ഇല്ല. പിന്നെ ഈ പറയുന്ന പോലെ, ചേച്ചി ഇപ്പൊ പറഞ്ഞ പോലെ, ഒരാളെ അവിടെ വളരെ മോശമായി ഒരു പെൺകുട്ടിയെ കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരടി കൊടുക്കുന്നത് സ്വാഭാവികമായി ജനരോഷം, അങ്ങനെയാണ് സാധാരണഗതിയിൽ. അല്ലാതെ അയാളെ അടി കൊടുക്കുന്നത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ സാധാരണഗതിയിൽ അതാണല്ലോ ചെയ്യുന്നത്. അല്ലാതെ അയാളെ തല്ലിക്കൊല്ലാനുള്ള അവകാശം ആർക്കും തന്നെ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഗോവിന്ദച്ചാമി എന്തുകൊണ്ട് ആളുകളൊന്നും അടിച്ചു കൊന്നില്ല? ഇപ്പൊ ഈ രണ്ടാമത് അയാള് ജയിലിൽ ചാടി ഒരു കിണറ്റിനകത്ത് ഒളിച്ചിരുന്നപ്പോ പോലും ആരും ഒന്നും ചെയ്തില്ല, പോലീസിന് കൈമാറുകയാണ് ചെയ്തത്. ആ ബോധ്യമാണ് ജനങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. പിന്നെ ഇയാളെ ബംഗ്ലാദേശി പൗരനെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞത് അയാളുടെ കാലിലെ ചെറുവിരലിന്റെ അറ്റം മുതൽ തലയോട്ടി വരെ തല്ലിച്ചതച്ചു എന്നാണ്. അപ്പൊ ആലോചിക്കുക, എത്ര ക്രൂരമായ ഒരു മാനസികാവസ്ഥയോടാണ് ഈ ആൾക്കാരെല്ലാം അയാളെ സമീപിച്ചത്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തല്ലിക്കൊല്ലാൻ വേണ്ടി മാത്രമുള്ള എന്ത് വലിയ തെറ്റാണ് ചെയ്തെന്ന് വ്യക്തമാക്കണമല്ലോ. ഈ തല്ലിക്കൊന്നവർ വ്യക്തമാക്കണമല്ലോ എന്ത് തെറ്റ് അയാൾ ചെയ്തിട്ടുണ്ടെങ്കിലും തല്ലിക്കൊന്നു എന്ന് പറയുന്നതിന് ഒരു ന്യായീകരണം ആവില്ല. അല്ലെ, ന്യായീകരണം എന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയല്ല,
ഇപ്പൊ വലിയ മാരകമായ തെറ്റാണ് ചെയ്തതെന്നെങ്കിലും അവർ പ്രൂവ് ചെയ്യണ്ടേ? ഇപ്പൊ വളരെ ചെറിയൊരു കാര്യത്തിന് ഒരാളെ തല്ലിക്കൊ, നമുക്കറിയാം മധുവിനെ കൊന്നത് എന്തിനാണ്? ഭക്ഷണം മോഷ്ടിച്ചതിന്. വിശപ്പ് മാറ്റാൻ വേണ്ടിയാണ് ഭക്ഷണം മോഷ്ടിച്ചത്. അതിന് കൊന്ന സംസ്ഥാനമാണിത്. അതുകൊണ്ട് ഇതൊരു വലിയ വിചിത്രവാദം അല്ലെങ്കിൽ വിചിത്രമായിട്ടുള്ള കാര്യമല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഇപ്പൊ ഈ 5 പേർക്ക് വലിയൊരു ശിക്ഷ കൊടുക്കാൻ കോടതികൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ വീണ്ടും ഇതുപോലെയുള്ള സംഭവങ്ങൾ കേരളത്തിലുണ്ടാകും. അത് ഉറപ്പല്ലേ? പിന്നെ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഈ ദേശാഭിമാനിയുടെ വാർത്തയിൽ തന്നെ മർദ്ദിക്കുന്നതിന്റെ വീഡിയോ പ്രചരിപ്പിച്ചു. ബംഗ്ലാദേശ് പൗരനല്ലേ എന്ന് ആക്രോശിച്ചാണ് BJP പ്രവർത്തകർ രാമനാരായൺ ഭയാലിനെ മർദ്ദിച്ചത്. ഇത് വ്യക്തമാക്കുന്ന വീഡിയോ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. സഹോദരിയെ തേടിയെത്തിയതാണെന്ന് ഭയാൽ പറയുമ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി വന്നതല്ലേ എന്ന് ചോദിച്ചാണ് BJP പ്രവർത്തകർ ഇയാളുടെ മുഖത്തും തലയിലും ആഞ്ഞടിക്കുന്നത്. ഇപ്പോ സൗവർണികയെ ഞാൻ ഉപദ്രവിക്കുകയാണ്, അത് തെറ്റാണെന്ന് എനിക്ക് അറിയാമെങ്കിൽ ഞാൻ അതിന്റെ ദൃശ്യം ചിത്രീകരിച്ച് പ്രചരിപ്പിക്കുമോ? ഞാൻ സൗവർണികയെ ഉപദ്രവിക്കുന്നത് ഇല്ല. അപ്പൊ പർപ്പസ്ഫുള്ളി അങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ഒരു അജണ്ട ഉണ്ടാവില്ലേ? ഇപ്പൊ ഈ നടക്കുന്ന സംഭവങ്ങളെല്ലാം അല്ലെങ്കിൽ ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതായിരിക്കണം. ഒന്നും ഒരു പ്ലാൻ ഇല്ലാതെ വെറുതെ നടന്നതാണ് എന്ന് വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമുണ്ട്. കാരണം ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF വളരെ ദയനീയമായ രീതിയിലാണ് പരാജയപ്പെട്ടിട്ടുള്ളത്. ഒരു കുറഞ്ഞ നാളുകൾ കൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നുണ്ട്. അപ്പൊ എന്താണ് ഇതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ടോ? കാരണം ഈ ഒരു BJP എന്ന പേര് ഇതിൽ തിരികെ കയറ്റിയത് കണ്ടതുകൊണ്ടും ആ വീഡിയോയിൽ BJP അതായത് ബംഗ്ലാദേശ് പൗരനല്ലേ എന്ന് ആക്രോശിച്ചുകൊണ്ട് മർദ്ദിക്കുന്ന വീഡിയോ അതെടുത്ത് എന്നിട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് കണ്ടതുകൊണ്ട് തോന്നിയ ഒരു സംശയമാണ്. പക്ഷെ അവിടെ ഒരു ചോദ്യം ഉണ്ടല്ലോ ചേച്ചി. ഇപ്പൊ തെറ്റ് ചെയ്തു, ചേച്ചി പറഞ്ഞതുപോലെ നമ്മൾ പറയുന്ന പോലെ നമുക്കറിയില്ല ഒരു സ്ത്രീയെ കയറി പിടിക്കുക അല്ലെങ്കിൽ മോശമായി പെരുമാറിയതിന്റെ പേരിലാണെങ്കിൽ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നത് എങ്ങനെ? അതൊരു ചോദ്യമാണല്ലോ. ഇപ്പം പെട്ടെന്ന് നടക്കുന്ന കാര്യം തല്ലുന്നത് നമ്മൾ വീഡിയോ എടുക്കും. ഇപ്പൊ വീഡിയോ എടുത്തെന്ന് തന്നെ ഇരിക്കട്ടെ, ഇപ്പൊ ഞാൻ ചേച്ചി ഉപദ്രവിക്കുന്ന വീഡിയോ എടുത്താൽ തന്നെ എനിക്കറിയില്ലേ ഇത് നാളെ പുറത്തു വന്നാൽ എനിക്ക് പ്രശ്നമാണെന്ന്. അപ്പൊ ആ വീഡിയോ എന്തിന്റെ അടിസ്ഥാനത്തിൽ പ്രചരിപ്പിച്ചു? പിന്നെ ബംഗ്ലാദേശിയാണ് എന്ന് എടുത്തു പറഞ്ഞത് എന്തിന്? അങ്ങനെ ഒരു ചോദ്യം ഇല്ലേ അവിടെ? അതുകൊണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? അത് തന്നെയാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നപ്പോൾ കോൺഗ്രസ് ആദ്യം തന്നെ നടപടി എടുത്തെങ്കിലും ആ ഒരു പേര് പറഞ്ഞ് കോൺഗ്രസിനെ നിരന്തരം ഉപദ്രവിക്കുന്ന ഒരു നയമായിരുന്നു CPM ഇവിടെ എടുത്തത്. ഇപ്പൊ പറഞ്ഞു വരുമ്പോൾ CPM-കാർ ഇവരുടെ ഇത് ഗൂഢാലോചന നടത്തി ഇത് ചെയ്തു എന്നല്ല പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഈ ഒരു സംഭവത്തിന്റെ യഥാർത്ഥ എന്താണ് എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടി തന്നെ. പിന്നെ ദേശാഭിമാനിക്ക് മാത്രമായി ഇവർ BJP-കാരാണെന്നുള്ള ഇൻഫർമേഷൻ എവിടെ നിന്ന് കിട്ടി എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ഫോൺ പരിശോധിച്ചാണ്. അപ്പൊ ഈ മിസ്ഡ് കോൾ വഴി BJP അംഗത്വം എടുക്കുമല്ലോ. അപ്പൊ ഇവരുടെ ഫോണിൽ BJP അംഗത്വം ഉണ്ട് എന്നെങ്ങാനും ദേശാഭിമാനിയുടെ റിപ്പോർട്ടർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും 4 BJP-കാരടക്കം 5 പേർ അറസ്റ്റിൽ. 5ാമത്തെ ആളിനെ എന്തുകൊണ്ടാണ് അവർ വെറുതെ വിട്ടതെന്ന് അറിയില്ല. 4 പേരെ മാത്രം BJP. അത് ചിലപ്പോൾ നാളെ കോൺഗ്രസ്സുകാരനായി വരാൻ സാധ്യതയുണ്ട്, കാര്യം ദേശാഭിമാനിയാണല്ലോ. എന്തായാലും ഈ സംഭവത്തിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്ത് യഥാർത്ഥത്തിൽ എന്താണ് നടന്നതെന്നുള്ളത് പുറത്തു വരേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ അവർക്ക് പരമാവധി ശിക്ഷ ലഭിക്കുകയും വേണം. അല്ലെങ്കിൽ ഇനി കേരളത്തിൽ മറ്റൊരാളെ കൂടി കൊല്ലാൻ കേരളത്തിലെ ജനത മുതിരും. കാര്യം ഇപ്പോൾ വളരെ ചെറിയൊരു ശിക്ഷയാണ് നൽകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നത് എന്താണ്, ഇനി നമ്മൾ ഇത് ചെയ്താലും വലിയ കേസൊന്നും വരാൻ പോകുന്നില്ല എന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുകയും വീണ്ടും ഇത്തരം കേസുകൾ സ്ഥിരമാവുകയും ചെയ്യും.